എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. അതായത് നമുക്ക് പെട്ടെന്ന് ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് സവോളയൊക്കെ ഇട്ട് വഴറ്റിയൊന്നും എടുക്കാൻ സമയമില്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ കുക്കിംഗ് വലിയ എക്സ്പെർട്ടൊന്നുമല്ല, എങ്കിലും എൻ്റേതായ രീതിയിലാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എങ്കിലേ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ തലേന്ന് തന്നെ കുറച്ച് കടല എടുത്ത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് കഴുകി എടുത്തതിന് ശേഷം വേണം കേട്ടോ വേവിക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഞാനിതൊരു ഒരു കൈപ്പിടിയോളം കടലയാണ് വെള്ളത്തിൽ ഇട്ടത്. അപ്പോൾ കുതിർന്ന് വന്നപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു സവോള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ആ ഇഞ്ചിയും കൂടി നമുക്ക് ഈ കടലയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ ഒരു കടല മുങ്ങി നിൽക്കുന്ന ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഇനി ഇതിനകത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ വേവിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ചിരകുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ട മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ തേങ്ങ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു സ്പൂണിന് കണക്ക് പറയുകയാണെങ്കിൽ ഒരു 5-6 സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, നമുക്ക് കുറച്ച് തേങ്ങ മതി. കടലയാണ്, അപ്പോൾ കടലയും കൂടി അരച്ച് ചേർക്കുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കൊഴുപ്പ് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലക്കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 സ്പൂണോളം മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. 1/4 സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു നുള്ളായിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുക്കുമ്പം നമ്മൾ അഡീഷണലായിട്ട് എണ്ണയൊന്നും ചേർക്കണ്ട, നമ്മൾ വെറുതെ ഇങ്ങനെയൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പച്ചപ്പ് മണം ഉണ്ടല്ലോ, ആ മണം മാറുന്നത് വരെ നമുക്കിത് ചൂടാക്കി എടുക്കണം. അപ്പോൾ എനിക്ക് ലൈറ്റിൻ്റെ വെട്ടം കാരണം എനിക്ക് കറക്റ്റ് ആ കളർ കാണിച്ചു തരാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിത് പാകമാകുമ്പം കറക്റ്റ് ഒരു ബ്രൗൺ കളറാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് വാങ്ങി ആ തേങ്ങയുടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മളിത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കടലയിൽ നിന്ന് നമ്മൾ ഒരു തവി എടുത്ത് മാറ്റിയിട്ട് അതും മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കറി നല്ല ടേസ്റ്റ് ആവുന്നതിനും കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടതിലൊരു ചെറിയൊരു ബ്രൗൺ കളറേ കിട്ടിയിട്ടുള്ളൂ. ഇത് നല്ല കോഫി ബ്രൗൺ കളറിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യാനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങ വറുത്തതിന് ശേഷം അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല കോഫി ബ്രൗൺ കളറിൽ തന്നെ കറി കിട്ടും. പിന്നെ ഈ ഒരു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കളറിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ലൈറ്റിൻ്റെ വെട്ടം കാരണം ലൈറ്റായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കടുക് താളിച്ചും കൂടി ഒഴിക്കാം. കറി ഒന്ന് തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കടുക് താളിക്കുന്നത്. തിളച്ചതിന് ശേഷം നമുക്കത് വാങ്ങി വെച്ചതിന് ശേഷം ഒരു 2 സ്പൂണോളം എണ്ണ നമ്മൾ ഒരു പാത്രത്തിലെടുക്കുക. അപ്പോൾ ഞാൻ ആ കുക്കറിന് അതിനകത്ത് തന്നെ കടുക് താളിക്കുന്നത്. എന്നിട്ട് നമുക്കൊരു കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു ചുമന്നുള്ളിയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ചുമന്നുള്ളി മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കടലക്കറിയുടെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു എങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.